ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2023 നടന്ന 10th പ്രിലിംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്? ഓപ്ഷൻ സി ചങ്ങമ്പുഴ. രണ്ടാമത്തെ ചോദ്യം, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ എ ജൂൺ 5. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. നാലാമത്തെ ചോദ്യം, അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ബി പാരീസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2024 ഒളിമ്പിക്സിനെ കുറിച്ചിട്ടാണ്. ആ ഒളിമ്പിക്സ് കഴിഞ്ഞു. 23 ചോദ്യപേപ്പർ ആയതുകൊണ്ട് അവർ 24 ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2028 ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി വയനാട്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? ഓപ്ഷൻ സി രാമേശ്വരം. രാമേശ്വരം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. തമിഴ്നാട്ടിലാണ് രാമേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ചാൾസ് ബാബേജ്. എട്ടാമത്തെ ചോദ്യം, ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി രാജസ്ഥാൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഇനി 10ാമത്തെ ചോദ്യം, നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ശ്രീമതി വീണ ജോർജ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, അതായത് അമൂൽ ആണ് സഹകരണ വ്യവസായത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, സൂചനകൾ ശ്രദ്ധിക്കുക. 2 സൂചന തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 2ഉം ശരിയല്ല. 2 സൂചനകളും തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് 2ഉം ശരിയല്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 13ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക. 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്, അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു, രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലൂ ആണ്. ഇനി 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് അറിയാം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. അപ്പോൾ ഓപ്ഷൻ എ 1 മാത്രം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി 2ഉം 3ഉം, അതായത് പെരിയാറും താപ്തിയുമാണ് അറബിക്കടലിൽ പതിക്കുന്ന നദികളായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഓപ്ഷൻ എ ന്യൂഡൽഹി ടു വാരണാസിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 18ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ എ ബംഗ്ലാദേശ്. ബ്രഹ്മപുത്ര നദിയിൽ സതിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 2. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. അപ്പോൾ 4 തുറമുഖങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം നവശവയും അതുപോലെ തന്നെ കാൻലയുമാണ് പശ്ചിമ തീര തുറമുഖങ്ങൾ. ബാക്കിയെല്ലാം പൂർവ്വ തീരത്താണ്. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ സി നവംബർ 26. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 21A. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത്? ഓപ്ഷൻ ബി 2013. ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44ാം ഭരണഘടനാ ഭേദഗതി. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഹൈക്കോടതിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. നമുക്ക് സുപ്രീം കോടതിയിലേക്ക് ആൻസർ പോകാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട്.
ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ഭാഗം 4 കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ ഏത് അനുച്ഛേദത്തിനാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 17 ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, 30ാമത്തെ ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി ഡിസംബർ 10. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ എ 1930. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ഓപ്ഷൻ ബി ചെമ്പാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത്, ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഒരു 1 2 3 4 5 പ്രസ്താവന നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവന? അപ്പോൾ ഓപ്ഷൻ ഡി എ ബി സി എന്നുള്ളവയാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവന. അതായത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം, അതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, അതുമാത്രമല്ല ഒരു ഉപഗ്രഹം ചന്ദ്രൻ, ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇനി അടുത്ത ചോദ്യം, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെയാണ്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഇനി അടുത്തത്, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി 38ാമത്തെ ചോദ്യം, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 39ാമത്തെ ചോദ്യം, ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി വിഹാരങ്ങൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഈ 40ാമത്തെ ചോദ്യം, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം? ഓപ്ഷൻ ബി കേസരി. 41ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 1ാമത്തെ 2ാമത്തെ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി 1 2 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ഓപ്ഷൻ ബി ആനി ബസന്റ്. ഇനി 43ാമത്തെ ചോദ്യം, 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ? ഓപ്ഷൻ സി അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 45ാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ഓപ്ഷൻ സി ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര്? ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാര്? ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാരഗുരുദേവൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര്? ഓപ്ഷൻ ഡി മിന്നുമണി. ഇനി അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? അപ്പോൾ 4 പ്രസ്താവനകളുണ്ട്. അപ്പോൾ അതിൽ 1 2 3 ശരിയായ പ്രസ്താവന. അതായത് ഭക്ഷ്യസുരക്ഷ സർക്കാരിന് നിയമപരമായ കടമയാണ്. അതുപോലെ ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആര്? ഓപ്ഷൻ ബി നിക്കോളാസ് കോപ്പർനിക്കസ്. ഇനി 54ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി 55ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ സി ഇടമലക്കുടി. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഓപ്ഷൻ ബി ജൂൺ 5. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആര്? ഓപ്ഷൻ എ എൻ ഷംസീറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ സി അരുണ അസഫ് അലി. ഇനി സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം? ഓപ്ഷൻ ഡി കുട്ടനാട്. ഇനി 60ാമത്തെ ചോദ്യം, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആര്? ഓപ്ഷൻ സി ജഹാംഗീർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള
PYQ സീരീസിലെ GK ചോദ്യങ്ങളുടെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. ഇനി ഒരു സയൻസിൻ്റെ ക്ലാസ് കൂടിയോടെ ഈ സീരീസ് ഫുൾ അവസാനിക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു.